അസ്സലാമലൈക്കും. എല്ലാവർക്കും ജലീലാസ് വേൾഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരിക്ക് കൊണ്ടുള്ള നല്ലൊരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പുഡിങ്ങാണ്. ഐസ്ക്രീം പോലെ കഴിക്കാൻ പറ്റിയ, ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന, ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പുഡിങ്ങാണ് കേട്ടോ കരിക്ക് അഥവാ ഇളനീർ പുഡിങ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് അഗർ അഥവാ ചൈന ഗ്രാസിൻ്റെ ആവശ്യമുണ്ട്. സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 25 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ്. അത് ഇതുപോലെയുള്ളത്. അപ്പോൾ നമുക്ക് 25 ഗ്രാം ചൈന ഗ്രാസ് ഇതിലേക്ക് ആവശ്യമില്ല. അതിൻ്റെ പകുതി എടുത്ത് മതിയാവും. അതായത് ഒരു 12 ഗ്രാമോളം ഞാൻ ഏകദേശം ഇവിടെ എടുത്തിട്ടുണ്ട്. ആ 12 ഗ്രാം തന്നെ ചൈന ഗ്രാസ് നമുക്ക് കട്ട് ചെയ്ത് 2 പോർഷനാക്കി എടുക്കാം. ഇതിൽ ഒരു പോർഷൻ നമുക്ക് ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മറ്റേ പോർഷൻ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അങ്ങനെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് മെൽറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോർഷൻ നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. എന്നിട്ട് മറ്റേ പോർഷൻ നമുക്ക് ജെല്ലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതുപോലെ ചൈന ഗ്രാസ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നല്ല സോക്കായി നല്ല സോഫ്റ്റ് ആയിട്ട്. ഇത് സാധാരണ വെള്ളത്തിലാണ് കേട്ടോ ഞാൻ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് കരിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കരിക്കിൻ്റെ വെള്ളത്തിൽ നമുക്കിത് 1 കപ്പോളം വെള്ളം എടുത്തിട്ട് അതിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ആകെ 2 കരിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 കരിക്കിൻ്റെ വെള്ളം 2 കപ്പോളം ഉണ്ട്, അതെനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല മധുരമുള്ള കരിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഷുഗർ മാത്രമേ ഇതിനോട് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കരിക്കിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല മധുരം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ ഷുഗർ മാത്രമേ ഇതിനോട് ചേർത്തത്. ഇനി അഥവാ കരിക്കിൻ വെള്ളത്തിന് സ്വാദ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3-4 ടേബിൾ സ്പൂൺ ഷുഗർ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇനി നിങ്ങൾ ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, മധുരം കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു ട്രേയിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ വെച്ച് സെറ്റ് ചെയ്യാം. ഇനി കരിക്ക് എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 കരിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള കരിക്കാണ് കേട്ടോ. അതിൽ ഇതുപോലെ ബ്രൗൺ കളറിലെ സ്കിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പിന്നെ കട്ടി കണ്ടില്ലേ, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കട്ടി കുറഞ്ഞ കരിക്കാണ് നമ്മളുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു 3-4 കരിക്ക് എടുക്കാം കേട്ടോ. 3-4 കരിക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 കരിക്ക് എടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ കരിക്കിൻ വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് എന്ന് പറയുമ്പോൾ പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇങ്ങനെ കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പുഡിങ് കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചി ഫീലിംഗ് ഒക്കെ കിട്ടും. അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ പുഡിങ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൈന ഗ്രാസ് ഇടുക, അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇടുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾക്ക് അതൊന്ന് മെൽറ്റ് ചെയ്ത് ആ ഷുഗറും ചൈന ഗ്രാസും ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യുന്നത് വരെ ഒന്ന് ബോയിൽ ചെയ്യാം. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ബോയിൽ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ബോയിൽ ചെയ്യുക. അത് നന്നായിട്ട് ചൈന ഗ്രാസ് ഒക്കെ അതിൽ അലിഞ്ഞ് ചേർന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞ് പോയിക്കോളും. അപ്പോൾ അതൊരു നല്ല വാമായിട്ട് അധികം ബോയിലൊന്നും ചെയ്ത് തിളച്ചൊന്നും വരേണ്ട ആവശ്യമില്ല. അത് അത്യാവശ്യം നന്നായിട്ട് ചൂടായി ഒന്ന് തിളയൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേജിൽ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കരിക്കിൻ്റെ ആ ഒരു മിക്സർ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം വലുതായിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം നല്ല ഒരു കൺസിസ്റ്റൻസി അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് പാലിനോട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ചെറിയ പാലിൻ്റെ ചൂടും ഇതിലത് നന്നായിട്ടങ്ങ് മിക്സ് ആയിക്കോളും. എന്നിട്ട് അങ്ങനെ ഒരു 5 to 7 മിനിറ്റ്സ് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് ആണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടും.
അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജെല്ലിയും റെഡി ആയിട്ടുണ്ട്. ജെല്ലി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ല സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ, പുറത്ത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ച് സെറ്റായതാണ്. പുഡിംഗ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ ജെല്ലിയും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾക്കൊരു കുറച്ച് പോർഷൻ മതിയാവും. അപ്പോൾ ജെല്ലി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി അത് മക്കൾക്ക് ബാക്കി അവർക്ക് കഴിക്കാൻ ഇങ്ങനെ കൈകൊണ്ട് എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രേൻ്റെ ആവശ്യമൊന്നുമില്ല പുഡിങ്ങിലേക്ക്, വളരെ കുറച്ച് മതി. അപ്പോൾ അത് ഞാനിങ്ങനെ അത്യാവശ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാനായാലും, നല്ല ഗ്ലാസി ലുക്കാണ്, അതുപോലെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കിയതിലേക്ക് തന്നെ ഈ ജെല്ലി നമ്മൾ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് സെറ്റായി പോവും. സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെല്ലി നമുക്ക് പിന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഗാർണിഷ് ചെയ്യുന്ന കോക്കനട്ട് അത് നേരത്തെ എടുത്ത് വെച്ച കരിക്ക് ഞാൻ മറന്നുപോയിട്ട് വിടാനായിട്ട്, അതിപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നമ്മളതിനോട് ഇങ്ങനെ ഗാർണിഷ് ചെയ്യണം എന്നൊന്നുമില്ല, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ചേർക്കണം എന്നൊന്നുമില്ല. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. അല്ലാതെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ലുക്കുമാണ്. നമുക്ക് ഗസ്റ്റിനായാലും കുട്ടികൾക്കായാലും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ, സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, അത് കരിക്ക് അവരുടെ വയറിന് വളരെ നല്ലതാണ്. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊക്കെ ഗാർണിഷ് ചെയ്തെടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മസ്സലാമ.